പശ്ചിമേഷ്യയിൽ വെടിനിർത്തലിന് ധാരണ. ഹിസ്ബുള്ള ലിറ്റനി നദിയുടെ വടക്കോട്ട് പിന്മാറും. ഇസ്രയേൽ സൈന്യം ലബനൻ അതിർത്തി വിടും. സ്വാഗതം ചെയ്ത അമേരിക്ക. ലബനനിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണമെന്ന് റിപ്പോർട്ടുകൾ. ഫെൻഗൽ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തേക്ക്. കേരളത്തിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായേക്കും. അദാനിക്കെതിരായി കേസ് വീണ്ടും ഉന്നയിക്കാൻ കോൺഗ്രസ്. മണിപ്പൂർ സംഭാൽ വിഷയങ്ങളും സഭയിലേക്ക്. വഖഫിൽ JPC യോഗം ചേരും. സീപ്ലെയിൻ പദ്ധതിയിൽ ആലപ്പുഴയെ അവഗണിച്ചതിൽ പ്രതിഷേധം. പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോൾ പരിഗണിച്ചത് ആലപ്പുഴയെ. ജില്ലയുടെ ടൂറിസം വികസനത്തിനായി നടപടികളില്ല. സീപ്ലെയിൻ ആലപ്പുഴയ്ക്ക് വേണമെന്ന് ഹൗസ് ബോട്ട് അസോസിയേഷനുകൾ. ശബരിമലയിൽ ഇന്ന് 12 വിളക്ക്. അയ്യപ്പ ദർശനത്തിന് തീർത്ഥാടകരുടെ നിര. പുലർച്ചെ 5 വരെ 20,000 പേർ ദർശനം നടത്തി. UEFA ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സലോണയ്ക്കും ബയേണിനും ആഴ്സണലിനും ജയം. PSG-യെ ബയേൺ തോൽപ്പിച്ചത് മറുപടിയില്ലാത്ത 1 ഗോളിന്. ഡച്ച് ടീം ഫെയ്നൂർദിനോട് സമനില വഴങ്ങി മാഞ്ചസ്റ്റർ സിറ്റി.